ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻസിഷണൽ ഹെർണിയയെ കുറിച്ചാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽകുമാർ രവി. എന്താണ് ഇൻസിഷണൽ ഹെർണിയ? ഇൻസിഷണൽ ഹെർണിയ എന്ന് വെച്ചാൽ വയറ്റിൽ ഏത് തരം ഓപ്പറേഷൻ ചെയ്താലും പിന്നീട് ആ ഓപ്പറേഷൻ സ്ഥലത്ത് പിന്നീട് ഉണ്ടാകുന്ന ഹെർണിയയാണ് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയുന്നത്. ഏതൊരു ഹെർണിയെ പോലെ തന്നെയും ഇൻസിഷണൽ ഹെർണിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഇൻസിഷണൽ ഹെർണിയ കണ്ടുപിടിച്ചാൽ അത് സർജറി ചെയ്ത് അടയ്ക്കുക തന്നെ വേണം. ഇൻസിഷണൽ ഹെർണിയ നമ്മൾ മെയിനായിട്ടും ലാപ്രോസ്കോപ്പിക് സർജറി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില കണ്ടീഷൻസിൽ ലാപ്രോസ്കോപ്പിക് സർജറിയെക്കാളും ഓപ്പൺ സർജറിക്ക് പ്രാമുഖ്യമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ സിസേറിയൻ സർജറിക്ക് ശേഷം ഇൻസിഷണൽ ഹെർണിയയും ഡൈവേരിക്കേഷൻ ഓഫ് റെക്ടൈ എന്ന് വെച്ചാൽ റെക്ടസ് മസിൽ വിട്ടു നിൽക്കുന്ന അവസ്ഥയും വയറ് ചാടുന്ന അവസ്ഥയും കണ്ടുവരാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഓപ്പൺ സർജറിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ റെക്ടസ് മസിലിനെ അടുപ്പിക്കുകയും ഹെർണിയ ക്ലോസ് ചെയ്യുകയും ഓവറായിട്ട് നിൽക്കുന്ന വയറ് കുറയ്ക്കുകയും എന്നിട്ട് അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയും. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സർജറിയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് വയറ്റിലെ ഏതൊരു സർജറിക്ക് ശേഷവും ആ സർജറി സ്ഥലത്തുണ്ടാകുന്ന മുഴകളോ ബലക്കുറവോ ഏറ്റവും അടുത്ത ഒരു സർജനെ കാണിച്ച് അത് ഇൻസിഷണൽ ഹെർണിയ അല്ല എന്ന് ഉറപ്പുവരുത്തുകയും ഇൻസിഷണൽ ഹെർണിയ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുകയും വേണം.